നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മലൈക്കോട്ടി വാലിബൻ. അതിൻ്റെ ഒരു കുഞ്ഞു മൂവിയുടെ റിയാക്ഷനാണ് വാലിബൻ റിവ്യൂ ട്രെയിലർ നമ്മൾ ഇപ്പോൾ സംസാരിക്കും. ട്രെയിലർ കുറച്ച് ട്രെയിലറാണെങ്കിലും ലിജോ പല്ലിശ്ശേരിയുടെ മികച്ചൊരു ഡയറക്ഷൻ ഈ സിനിമയിൽ ഉണ്ടെന്നത് ആ ട്രെയിലർ കുറച്ച് മണിക്കൂറുകളിൽ തന്നിട്ടുണ്ടെങ്കിലും വാലിബൻ തിയേറ്ററിൽ ഒരു വിസ്മയമാകാൻ പോകുന്ന കഥ തന്നെയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കഥയാണ് വാലിബനിൽ വരാൻ പോകുന്ന മലൈക്കുട്ടി വാലിബൻ എന്ന മോഹൻലാലിൻ്റെ തിരിച്ചുവരവ്. അതായത് കുറേ കാലമായി മോഹൻലാലിൽ നിന്ന് നമുക്ക് കിട്ടാത്ത പ്രതീക്ഷ വാനോളം നമ്മൾ സിനിമ തിയേറ്ററിൽ ആ ഒരു ഹൈപ്പിലൂടെ ആ ഒരു രീതിയിൽ തന്നെ ജനുവരി 25 2024 ഈ ഒരു പുതുവർഷത്തിൽ ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങുകയാണ്. ലിജോ പല്ലിശ്ശേരി എന്ന ഡയറക്ടറിൻ്റെ മിടുക്കും അതിൻ്റെ പ്രതീക്ഷയായ ആ ഒരു ക്യാരക്ടർ മാസും പ്രണയവും ക്ലാസും ഒക്കെ നിറഞ്ഞ മനുഷ്യൻ്റെ ഒരു വ്യക്തിക്ക് സിനിമ കാണാൻ പോകുമ്പോൾ കാണാൻ പറ്റുന്ന എല്ലാം മാസിന് മാസ്, പ്രണയത്തിന് പ്രണയം എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ഒരു കഥയായി മാറുകയായിരിക്കാം എന്നത് യാതൊരു സംശയമില്ല. ഒരു റിയാക്ഷൻ പോലെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മലൈക്കോട്ടി വാലിബൻ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. നമ്മൾ പ്രേക്ഷകർ ലാലേട്ടൻ്റെ വലിയൊരു സിനിമ കാണാനായിട്ട് ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു. ഇപ്പോൾ ആ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് അതിനൊരു പരിഹാരം മലൈക്കോട്ടി വാലിബൻ എന്ന സിനിമയിൽ കൊണ്ടുവരാൻ പോകും. ലിജോ പല്ലിശ്ശേരിയുടെ വേറൊരു ഐറ്റമായി മാറുന്ന ഒരു സിനിമയാകാൻ എന്തായാലും മലൈക്കോട്ടി വാലിബൻ സാധിക്കുമെന്ന പ്രതീക്ഷ സിനിമയിൽ കാണും. ആർക്കും ഒരു നെഗറ്റീവും പറയാനൊന്നുമില്ല. പഴയ രീതികൾ ചിന്തിച്ച് കൂട്ടി സിനിമ കാണാൻ വരുമ്പോൾ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് പുതിയ സിനിമകൾ കൊടുക്കരുത്. പോയതും കഴിഞ്ഞതുമൊക്കെ അവിടെ മറന്ന് പുതിയ സിനിമയ്ക്ക് വരവേൽക്കുക. അതാണ് നമ്മൾ പ്രേക്ഷകരും നമ്മൾ കാണുന്നവരും എല്ലാവരും ചെയ്യേണ്ടത്. ലാലേട്ടൻ്റെ നല്ലൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ നെഗറ്റീവ് ചിന്തകളും ഒക്കെ മാറ്റി സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തഭിപ്രായവും നമുക്ക് പറയാം. ഇത് ട്രെയിലറിൽ പറയാൻ പോകുന്നത് ആ ഒരു സീൻ കാരണം മറ്റു ചില രീതിയിൽ സിനിമ കൊണ്ടുപോകുന്നതിൽ അതൊരു തെറ്റായൊരു രീതിയാണ്. സിനിമ നന്നാകും എന്ന പ്രതീക്ഷ അത് മോഹൻലാൽ എന്ന വിസ്മയ ആക്ടർ, കംപ്ലീറ്റ് ആക്ടർ എന്ന ഒരു അവതാര നായകന് സാധിക്കുന്നതിൽ യാതൊരു സംശയം. നേരിൻ്റെ വിജയം പോലെ തന്നെ ഒരുപാട് സിനിമകൾ ഇതുപോലെ വിജയത്തിലേക്ക് വരാൻ ലാലേട്ടന് കഴിയും. നല്ലൊരു ഡയറക്ഷൻ, നല്ലൊരു സ്ക്രീൻ പ്രസൻസ്, നല്ലൊരു ആൾക്കാരുടെ കൂട്ടായ്മയിലൂടെ ലാലേട്ടൻ്റെ മൂവി വളരെ വലിയ മികച്ച ഒരു സിനിമ. കോടികൾ വാരണമെന്നല്ല, നല്ലൊരു കഥ, നല്ലൊരു ഡയറക്ഷൻ, നല്ലൊരു തിരക്കഥ ഒക്കെ ആയിരിക്കാം. അതാണ് സിനിമയുടെ പവർ. പണം വാരിക്കൂട്ടുന്ന സിനിമയായി നമ്മൾ കരുതുമ്പോഴാണ് അതിന് മൂല്യമില്ലാത്തത്. കഥയെ പ്രസൻസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റാണ് നമ്മൾ സിനിമയിൽ കൊണ്ടുവരുന്നതെങ്കിൽ യാഥാർത്ഥ്യം. സിനിമയുടെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ തെറ്റായി പറയാറില്ല. അപ്പോൾ സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്നു. മോഹൻലാലിനും നടൻ്റെ സിനിമകൾക്കും കാത്തു നിൽക്കുന്നു. അതിനു വേണ്ടിയാണ് കാത്തിരിപ്പ്.
ജനുവരി 25 ഈ സിനിമ തിയേറ്ററിലാണ്. അതിൻ്റെ കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. താങ്ക്സ് ഫോർ വാച്ചിങ്.